ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികമാണ്. അങ്ങനെ വിവാഹ വാർഷിക സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതും അവിടെ നമ്മുടെ മഹിമയൊക്കെ എത്തുകയാണ് കേട്ടോ. മുത്തശ്ശിയും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ മഹിമ എത്തിക്കഴിയുമ്പോഴേക്കും മഹിമ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്കായിട്ട്. അതൊരർത്ഥം വച്ച് ഒന്ന് കളിയാക്കിക്കൊണ്ടൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റാണ്. പക്ഷെ രേവതി ഒരു അടിപൊളി മറുപടി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ മഹിമയ്ക്ക്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിവാഹ വാർഷികത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിയോട്. രവി ചോദിക്കുകയാണ്, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്ക് അറിയോ? എന്താ പ്രത്യേകത? എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ലെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴേക്കും രവി പറയാം, നിനക്ക് അതുപോലെ ഓർമ്മയില്ല, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ സച്ചി പറയാം, ഓ അത് അച്ഛൻ്റെ 50 ലക്ഷം രൂപ ഇവൻ്റെ കാമുകി അടിച്ചോണ്ട് പോയ ദിവസമല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ നമ്മുടെ രവി, എന്താടാ അത് മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ? പിന്നല്ലാതെ ഇവൻ്റെ കാമുകി ഇവനെ ഇട്ടേച്ച് പോയതും ഇവൻ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയ ദിവസവും എനിക്കത് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ ദിവസം മറക്കാൻ പറ്റുമോ അച്ഛാ? അപ്പോൾ രവി പറയാം, അത് മാത്രമേ ഉള്ളൂ ഓർമ്മ, വേറൊന്നുമില്ലല്ലേ? നിൻ്റെ രേവതിയുടെ വിവാഹം നടന്ന കാര്യമൊന്നും നീ ഓർക്കുന്നില്ലേ? ഓ, എൻ്റെ ഇവളുടെ കല്യാണം സത്യം പറയാലോ അത് ഞാൻ ഓർക്കുന്നേ ഇല്ല. എനിക്കതിൽ കൂടുതലൊക്കെ ഓർമ്മ വന്നതേ അച്ഛൻ്റെ പൈസ ഇവൻ്റെ കാമുകി അടിച്ചുകൊണ്ട് പോയതും ഇവൻ അവളുടെ കൂടെ ഒളിച്ചോടാൻ പോയതും ഒക്കെയാ. അപ്പം രവി അത് പറയുമ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ രേവതിക്ക് അങ്ങ് വിഷമാകാണ് കേട്ടോ. വിവാഹ വാർഷികമൊന്നും ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ രേവതി അങ്ങ് സങ്കടപ്പെട്ട് മുറിക്കകത്തേക്ക് കയറി പോവാം. അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ട്, എടാ നീ ചെല്ലടാ രേവതിയുടെ അടുത്തോട്ട്, അവൾക്ക് വിഷമമായി എന്ന് തോന്നുന്നു. വിവാഹ വാർഷികമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും ഒന്ന് ഓർക്കാതിരിക്കുമ്പം അവൾക്ക് വിഷമം തോന്നാതിരിക്കുമോ? ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കടാന്ന് പറയാം. അങ്ങനെ ആ പുറകെ തന്നെ പോവാണ് നമ്മുടെ സച്ചി ഭയങ്കര തമാശയായിട്ടാണ് പോകുന്നത്. അപ്പോൾ രേവതി ആപ്പോടെ പിണങ്ങിപ്പോയി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സച്ചി അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ടേ, എന്താ രേവതി നീ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്, നിനക്കെന്താ വിഷമമായോ എന്ന് ചോദിക്കുക. പിന്നെ വിഷമാവാതിരിക്കുമോ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാണോ എന്ന് ചോദിച്ചിട്ട് സച്ചിയേട്ടൻ എന്താ അങ്ങനെ ഓർക്കാതിരുന്നത്? വേറെ എല്ലാം സച്ചിയേട്ടൻ ഓർമ്മയുണ്ട്, അത് മാത്രം ഓർമ്മയില്ലല്ലേ? അപ്പോൾ പറയാണ്, ഓ ആ ദിവസം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമൊന്നുമല്ല, അത് ആക്സിഡൻ്റലായിട്ട് നടന്നു പോയൊരു കല്യാണമല്ലേ, അത് നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചതല്ല. പിന്നെ ഞാൻ ആലോചിക്കുമ്പം എനിക്ക് ഓർക്കാൻ സന്തോഷം, അതിനൊക്കെ ശേഷം നിനക്കൊരു താലിയൊക്കെ വാങ്ങി നിന്നെയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി വീണ്ടും താലി കെട്ടിയില്ലേ, ആ ദിവസം അന്നാണ് ഞാൻ നമ്മുടെ വിവാഹ വാർഷികമായിട്ടൊക്കെ എൻ്റെ മനസ്സിൽ സന്തോഷമായിട്ട് ഓർക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്കൊന്ന് സന്തോഷമാവുന്നുണ്ട്. കാരണം സച്ചിയൻ ഓർത്തിരിക്കുന്നുണ്ടല്ലോ രണ്ടാമത് പോയി താലി കെട്ടിയ ദിവസം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ രേവതിക്ക് സന്തോഷമാവുക, പിണക്കമൊക്കെ മാറുകയാണ്. എന്നിട്ട് സച്ചിയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട്? നിൻ്റെയും ആ സുധിയുടെയും കല്യാണം ഉറപ്പിച്ചതിൻ്റെ തലേ ദിവസം നിന്നെ ബ്യൂട്ടി പാർലറിൽ കാറിലൊക്കെ കൊണ്ടുപോയത് ഞാനല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, എനിക്ക് ഓർമ്മയുണ്ട്, കാറിൽ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ വിട്ടതും അങ്ങോട്ട് പോയപ്പോൾ ഉള്ളിത്തൊലി പോലെ ഇരുന്ന നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ ആയല്ലോ എന്നുള്ള ഡയലോഗ് പറഞ്ഞതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, അതിനു മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ രേവതി പറയാണ്, ഓർമ്മയുണ്ട്. അന്ന് നീ എന്താ പറഞ്ഞത്? എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ നീ? പറഞ്ഞു. അന്ന് നീ ആലോചിച്ചോ നിൻ്റെ ഭർത്താവായിട്ട് ഞാൻ വരുമെന്ന്? അപ്പോൾ രേവതി പറയാം, ഒരിക്കലും ഇല്ല, സച്ചിയേട്ടനെ പോലെ ഒരാൾ എൻ്റെ ഭർത്താവായിട്ട് വരുമെന്നേ ഞാൻ ചിന്തിച്ചില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നാളത്തെ വിവാഹ വാർഷികമൊക്കെ നമുക്ക് അടിപൊളിയാക്കണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നിട്ട് സച്ചി പോവാണ്, ഓട്ടത്തിന് പോവാണ്, എനിക്കൊരു ട്രിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി വരികയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ലക്ഷ്മി വരുന്ന കാണുമ്പോഴേക്കും രവിക്ക് സന്തോഷമാവുക. രവി ഉടനെ തന്നെ വിളിക്കുക, ചന്ദ്രേ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, മോളെ രേവതി ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നൊക്കെ പറയുക. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര ഇറങ്ങി വരുമ്പോഴേ കാണുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ ചന്ദ്ര പറയാം, ഇവർ വന്നതിനാണ് ഈ വിളിച്ചു കോരിയത്, ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇനി നീയൊന്നും മിണ്ടാതിരിക്കും, നാളെ സച്ചിയുടെ രേവതിയുടെയും വിവാഹ വാർഷികമല്ലേ, അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്ന് പറയും. ഇനി അതിനങ്ങോട്ട് ക്ഷണിക്കണമായിരിക്കും അല്ലേ എന്ന് പറയാം. അപ്പോഴേക്കും രേവതി ഓടി വന്ന് അമ്മയെന്നൊക്കെ പറഞ്ഞ് ഓടി വരിക കേട്ടോ.
അപ്പോൾ ഉടനെ ലക്ഷ്മി പറയാം, മോളെ ഒരു തട്ട ഇങ്ങെടുത്തോണ്ട് വന്നേ, ഒരു താല എടുത്തോണ്ട് വന്നേ, അതിലേക്ക് ഇതൊക്കെ തരട്ടെ എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് രവി, ഇതെന്താ ലക്ഷ്മി ഇതൊക്കെ? അത് നാളെ ഇവരുടെ വിവാഹ വാർഷികമല്ലേ, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ കുറച്ച് പലഹാരങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ പുതിയ ഡ്രസ്സും ഉണ്ട് എന്ന് പറയാണ്. ആഹാ, ഇതൊക്കെ ആയിട്ടാണോ വരവ് എന്ന് ചോദിക്കുക. പിന്നെ അതൊക്കെ ഒരു ചടങ്ങല്ലേ, എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നാളെ അങ്ങോട്ട് ക്ഷണിക്കണം. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വരാൻ. രേവതിക്ക് ഒരു സാരിയും സച്ചിക്കൊരു മുണ്ടും ഷർട്ടും ഒക്കെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ മുഖം അങ്ങ് കോടിപ്പോവാ. എന്നിട്ട് പറയാം, 4 തുണി 2 തുണി 4 പഴങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. ഇതൊക്കെ ആയിട്ടാണോ ഇങ്ങോട്ട് വരേണ്ടത്? സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത് എന്ന് പറയുമ്പം രവി ചോദിക്കുക, എടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് എത്രമാത്രം സ്വർണവും പണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? പിന്നെ എന്തിനാ നീ ഇപ്പം ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നടങ്ങുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അത് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതി പറയാണ്, നമ്മുടെ വിവാഹ വാർഷികത്തിന് നിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരായിരിക്കും നിൻ്റെ അച്ഛൻ അല്ലേ എന്ന് പറയാണ് കേട്ടോ. അതെങ്ങനെയാണ് ശ്രുതി കേട്ടാ? അത് അച്ഛൻ ജയിലിൽ കിടക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയാം നമ്മുടെ ശ്രുതി. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി മോളെ ഇത് കണ്ടോ, ഇവർ കൊണ്ടുവന്ന 2 കഷ്ണം തുണി 2-3 പഴവും അതുപോലല്ല, മോളുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ നിറച്ചു കൊണ്ടുവരണം, എന്നാലേ ഉള്ളൂ ഇവളുടെ മുമ്പിൽ ആളാവാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വിവാഹ വാർഷികം ഒന്ന് വന്നോട്ടെ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പം ഉടനെ നമ്മുടെ ശ്രുതിക്ക് അതങ്ങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി അങ്ങ് കയറി പോവാണ്. ഉടനെ തന്നെ ആ പുറകെ നമ്മുടെ ശ്രുതിയും പോവുക. ശ്രുതിയോടപ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോനെ എന്താ സുഖമൊക്കെയാണോ എന്ന് ചോദിക്കുക. എന്താ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, സുഖമാണ് എന്ന് പറയുക. അപ്പം അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയോട് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി, നിൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് കേട്ടു. അച്ഛൻ എന്നാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? അതിനു വേണ്ടിയിട്ട് ഇവിടെ വഴിപാടുകളും ഹോമവും വ്രതവും ഒക്കെ നടത്തിയെന്ന് പറഞ്ഞു. എന്തായാലും അതിനൊക്കെ ഫലം ഉണ്ടാവും. അച്ഛൻ ഒരുപാട് താമസിക്കാതെ ജയിലിൽ നിന്ന് ഇറങ്ങും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ ചന്ദ്രയ്ക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് പറയാ, എടി രേവതി, നീ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ച് നിൻ്റെ വീട്ടിൽ പറയുന്നുണ്ടല്ലേ, ഈ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ വ്രതമൊക്കെ നടത്തിയെന്നും നീയല്ലേ നിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞത്? അപ്പോൾ രേവതി പറയാം, അതമ്മേ, അന്നേരം അങ്ങനെയൊക്കെ സംഭവിച്ചപ്പം ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പം വ്രതം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, അതുകൊണ്ടാണല്ലോ നിൻ്റെ അമ്മ ഇവിടെ വന്ന് ഇതൊക്കെ അങ്ങ് വിളമ്പിയത്. കൊള്ളായതായാലും നിങ്ങളുടെ മകള് എന്നൊക്കെ പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, അതിനെന്താ, അവൾ ഈ വീട്ടിലെ അംഗമല്ലേ, അന്നേരം ലക്ഷ്മിയുടെ അമ്മയും നമ്മളും എല്ലാം ഒരു കുടുംബമല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? വേറൊന്നും പറഞ്ഞില്ലല്ലോ രേവതി മോള്. ഓ, വേറൊന്നും പറഞ്ഞില്ല, ഇനി എന്താ പറയാനിരിക്കുന്നത്? എല്ലാം വന്ന് ഇവിടെ എഴുന്നള്ളിക്കായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാം. അപ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ രവി പറയുന്നുണ്ട്, അത് ലക്ഷ്മി കാര്യമാക്കുമൊന്നും വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി നമ്മളൊരു കുടുംബമല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് രവി. ആ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തോ പണം എന്തോ എടുക്കാൻ മറന്നുപോയിട്ട് തിരിച്ചു വരുന്ന. ആ, അമ്മ വന്നോ? ആഹാ, ഇതെന്താ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് 2 പേർക്കും ഓരോ ജോഡി ഡ്രസ്സാണ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ്. നാളെ വിവാഹ വാർഷികമല്ലേ, അപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അതെന്തിനാ അമ്മ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്? ഈ പണം ഇല്ലാത്തപ്പോൾ ഈ ഡ്രസ്സും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ വല്ലതും കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ, അതല്ല, നീ എൻ്റെ മനുമോനല്ലേ, അപ്പം നിൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിക്കണ്ടേന്ന് ചോദിക്കുക ലക്ഷ്മി. അപ്പോൾ പറയുന്നുണ്ട്, അതെന്തിനാ അമ്മേ, നമ്മളൊരു കുടുംബമല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് ക്ഷണിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ വേണം മോനെ, അതൊന്നും ചെയ്തില്ലെങ്കിൽ ശരിയാവുകയില്ല. അപ്പോൾ സച്ചി പറയാണ്, അത് നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയല്ലേ, സ്വന്തം അമ്മയെ പോലെ അല്ലേ എന്ന് ചോദിക്കുക. അത് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര സ്വന്തം അമ്മയെ പോലെ അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അതിനൊക്കെ ശേഷം സാച്ചി എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ പോകുന്നുണ്ട് ലക്ഷ്മിയും, ഞാൻ പോവുകയാണ് ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് രവിയോടും അതുപോലെ ചന്ദ്രയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ്. അത് കഴിയുമ്പം രേവതി മുറിയിലേക്ക് പോവാണ് ഈ ഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പം രേവതി മുറിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അച്ചമ്മ വന്നിട്ട് പറയാണ്, ആ മോളെ, ഇതെന്താ നിൻ്റെ അമ്മ വന്നിട്ട് പോയല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, അമ്മ വന്നിട്ട് പോയി, നാളെ വിവാഹ വാർഷികത്തിനല്ലേ, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാം.
അപ്പോഴേക്കും ഉടനെ തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, ഞാനും അതിന് വന്നതാണ്. ആഹാ, അച്ചമ്മയും അതൊക്കെ ഓർത്തിരുന്ന് വന്നല്ലോ, ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമൊക്കെ ഓർത്ത് അച്ചമ്മയ്ക്കും ഇവിടെ എത്താൻ തോന്നിയല്ലോ എന്നൊക്കെ പറയാണ് രേവതി. അപ്പം പറയണേ, പിന്നെ അതെനിക്ക് മറക്കാൻ പറ്റുമോ? വേറെ എന്ത് മറന്നാലും എൻ്റെ സാച്ചിമോൻ്റെയും രേവതിയുടെയും വിവാഹ വാർഷികം ഞാൻ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കുമാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ അങ്ങോട്ട് വരികയാണ് രേവതിയുടെ മുറിയിലേക്ക്. വന്നിട്ട് പറയാം, എടി രേവതി, നീ ഇവിടെയുള്ള ന്യൂസ് മുഴുവൻ നിൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ അവരറിഞ്ഞത് ഈ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന്. ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നുള്ളത് നീ നാട്ടിൽ പാട്ടാക്കിയല്ലേടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രേവതിയെ ചീത്ത പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഒന്ന് അടങ്ങെന്ന് പറയാ. രേവതി അത് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിലൊരു തെറ്റുമില്ല. നിന്നെപ്പോലെ പരദൂഷണമൊന്നും അല്ലല്ലോ വിളിച്ചു പറഞ്ഞത്, അവളുള്ള കാര്യമല്ലേ പറഞ്ഞത്. ദേ ഈ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലെങ്ങാണ്ടാണെന്നല്ലേ പറഞ്ഞത്, അതിനല്ലേ ഇവിടെ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ. അപ്പോൾ പിന്നെ അത് രേവതിയുടെ വീട്ടിൽ അറിയുന്നതിന് എന്താ കുഴപ്പം? ഏതായാലും ഇതൊരു കുടുംബമല്ലേ, അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടിൽ അവൾ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ അതിനൊരു കുഴപ്പമില്ല. അതിനിങ്ങനെ നീ ചാടി തുള്ളേണ്ട കാര്യമൊന്നുമില്ല. രേവതിയെ ഈ വീട്ടിലെ മരുമോളാ, അല്ലാതെ ഇവിടുത്തെ അടിമയൊന്നുമല്ല എന്നൊക്കെ അങ്ങ് അച്ഛമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയൊക്കെ ഒന്ന് അടങ്ങി ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛമ്മ രേവതിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാനും ഇന്നിങ്ങനെ എത്തിയത്. നാളെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ആവുമ്പോഴേക്കും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുക, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് രവിയൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുക. അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടാണ് കേട്ടോ കേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത്. വലിയൊരു കേക്ക് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വരുന്നത്. അതെന്നിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാം എന്നൊക്കെ പറയാം എല്ലാവരും കൂടെ. അങ്ങനെ പറയുമ്പോഴേക്കുമാണ് കേട്ടോ ഉടനെ തന്നെ ചന്ദ്ര പറയോ, വലിയ കേക്കൊക്കെ ആണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്, ഇത്രയും വലിയ കേക്കൊക്കെ വാങ്ങിയിട്ട് കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അതെന്താ, ഇവിടെ വരുന്നവർക്കൊക്കെ കേക്ക് കൊടുക്കണം, നല്ല ഒരു സെലിബ്രേഷനാണ്, അവരുടെ 1ാം വിവാഹ വാർഷികമല്ലേ, ഇതൊക്കെ ഒരു കണക്കിന് ഇതൊക്കെ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഘോഷിക്കണം, എന്നാലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ രവി പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രുതിയോട് പറയാ, കണ്ടോ വലിയ കേക്കൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇവർക്ക് വിവാഹ വാർഷികം ഇത്രയും നന്നായിട്ട് അങ്ങ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിവാഹ വാർഷികം നന്നായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അത് നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കാം, ഇപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടല്ലോ, നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് നമുക്കങ്ങ് ആഘോഷിക്കണം, നമ്മളപ്പോൾ ബിസിനസ് തുടങ്ങി ഒന്ന് പച്ച പിടിക്കുകയും ചെയ്യും, എല്ലാം നന്നായിട്ട് നമുക്ക് സെലിബ്രേഷൻ ചെയ്യണമെന്ന് അവർ രണ്ടുകൂടെ പറയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ഒക്കെ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയാണ്, നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹിമ കയറി വരുന്നത് കേട്ടോ. നമ്മുടെ വർഷയുടെ അമ്മ മഹിമ അങ്ങോട്ട് വരികയാണ്. മഹിമ വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇതൊക്കെ ആവും. സച്ചിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, സച്ചിയുടെ മുഖമൊക്കെ വല്ലാതാകുന്നുണ്ട്. സച്ചി രേവതിയോട് പറയാം, ദേ അവർ കയറി വരുന്നുണ്ട്, എന്നാ ഒപ്പിക്കാനാണോ ഇനി വരുന്നത്, എന്ത് കള്ളത്തരാണോ ഇവരിനി പറയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ കയറി വരുമ്പോഴേ മഹിമ പറയുക, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ വന്നത്, ക്ഷണിച്ചില്ലേലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ഉടനെ സച്ചി പറയാണ്, അത് നന്നായി, വന്നത് നന്നായി, വേറൊന്നും നടക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ രവി പറയുന്നുണ്ട്, അതങ്ങനെ ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് പറയണം. എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്, രേവതിയെയും സച്ചിയെയും പോലെ നല്ല സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കണം, നല്ല മാതൃകാ ദമ്പതികളല്ലേ ഇവരുടെ ജീവിതം കണ്ടില്ലേ, അവരെന്ത് നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. 1 വർഷം സന്തോഷത്തോടെ അവർ കടന്നുപോയി, അതിനുള്ള ആശംസകൾ അറിയിക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി, കാരണം കോടീശ്വരിയല്ലേ വന്നിരിക്കുന്നത്. ചന്ദ്ര പറയാം, അയ്യോ വർഷമോളുടെ അമ്മയല്ലേ, വാ വന്നിവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയാണ്, എൻ്റെ പൊന്നച്ച, അവർ വന്നിട്ടുണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടാവുമോ എന്നറിയത്തില്ല, ഇനിയിപ്പോൾ അവരുടെ അടുത്തുനിന്നൊക്കെ ഒന്ന് മാറി നിന്നോ, ഇല്ലെങ്കിൽ അവരുടെ സ്വർണ്ണമാലയോ വളയോ ഒക്കെ നമ്മൾ അടിച്ചു മാറ്റിയെന്ന് വരെ പറഞ്ഞുണ്ടാക്കും, എനിക്ക് വയ്യ ഇനി ജയിലിലൊന്നും കിടക്കാൻ എന്നിങ്ങനെ സച്ചി പറയാണ്. അപ്പോൾ അത് കേട്ടോണ്ട് രവി പറയുന്നുണ്ട്, എടാ മിണ്ടാതിരിക്കടാ, വീട്ടിൽ വന്ന് കയറിയവരോട് അപമര്യാദയായിട്ട് പെരുമാറരുത്, ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത്, അത് വർഷയുടെ അമ്മയല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ.
ആ വർഷ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അമ്മ വർഷയോടും ശ്രീകാന്തിനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അതിനുശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഇവിടെ എന്തൊരു ചൂടാ, ഭയങ്കര ചൂടാണല്ലോ, എനിക്കാണെങ്കിൽ ഈ ചൂടൊന്നും സഹിക്കാൻ വയ്യ, ഇവിടെ എ സി ഒന്നും ഇല്ലേ, സെൻട്രലൈസ്ഡ് എ സി ആക്കായിരുന്നല്ലോ. അപ്പോഴേക്കും രവി പറയാണ്, റൂമിലൊക്കെ എ സി ഉണ്ട്, ഇവിടെ ഹോളിൽ എ സി ഒന്നുമില്ല, എല്ലാവരും എപ്പോഴും റൂമിലൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയാം, എല്ലാവരും റൂമിലൊന്നും അല്ലല്ലോ, ഇതുപോലെ ഹോളിലല്ലേ, ഇവിടെ ഒന്ന് സെൻട്രലൈസ് എ സി ആക്കിയാലെന്നാ, ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, എനിക്കിപ്പം ഈ ചൂടത്ത് എ സിയിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നിൽക്കാൻ പോലുമല്ല എന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്, എങ്ങനാ പിന്നെ ഇവർക്ക് എ സിക്കകത്ത് ഇരുന്നാൽ പോരായിരുന്നോ, ഇങ്ങോട്ട് എന്തിനാ കെട്ടിയെടുത്തത് എന്നിങ്ങനെ പറയാണ്. എന്തായാലും മഹിമ പറയാണേ, എന്തൊരു കഷ്ടമാണ് ഇത്, രേവതിയാണ് നമ്മുടെ വർഷയാണെങ്കിൽ അവിടെ വീട്ടിൽ എ സി ഇല്ലാതെ ജീവിച്ചിട്ടേ ഇല്ല, എ സിക്ക് അതൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവളങ്ങ് കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വർഷ പറയാണ്, എനിക്ക് കഷ്ടപ്പാടൊന്നുമില്ല അമ്മേ, എൻ്റെ മുറിയിൽ എ സി ഉണ്ടല്ലോ, നിൻ്റെ മുറിയിലല്ലേ എ സി ഉള്ളൂ, വേറെങ്ങും ഇല്ലല്ലോ, ഞാൻ വേണമെങ്കിൽ എ സി ഒക്കെ വാങ്ങിത്തരാം, ഇങ്ങോട്ട് ഒരു സെൻട്രലൈസ്ഡ് എ സി ആക്കി തരാം ഞങ്ങൾ എന്ന് പറയുമ്പം ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇവിടെ എ സി ഒന്നും നിങ്ങൾ വാങ്ങിത്തരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ റൂമിലൊക്കെ എ സി ഉണ്ട്, പിന്നെ ഇവിടെ ഹോളിൽ അതിപ്പോൾ ആർക്കും ആവശ്യമില്ല എന്ന് പറയാണ്. അല്ല ഞങ്ങൾ വാങ്ങിത്തരാം. അപ്പോൾ സച്ചി പറയാം, വേണ്ട നിങ്ങൾ വാങ്ങിത്തരണ്ട, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം, ഇപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ എന്ന് പറയാണ്. ഓ സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങ് ചോറിഞ്ഞു വരുന്നുണ്ട് ഇവരുടെ വർത്താനമൊക്കെ കേട്ടിട്ട്. അങ്ങനെ നിന്നിട്ട് പറയാണ്, ഞാൻ രേവതിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയണം. ഓ വളരെ വിലപിടിപ്പുള്ള സമ്മാനമാണ്, ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊന്നും രേവതിക്ക് ആരും തന്നിട്ടുണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് സച്ചിയായിട്ടൊരു മോതിരം സമ്മാനമായിട്ട് തന്നു, അതാ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഈ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയത്. ഓ ഒരു മോതിരം, അതാണോ ഇവൻ തന്നത് സമ്മാനമായിട്ട്, ഡയമണ്ട് മോതിരമാണോ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നത്, ഡയമണ്ട് ഒന്നുമല്ല, സാധാ ഒരു ചെറിയ സ്വർണ്ണ മോതിരം തന്നത് എന്ന് പറയാം. അപ്പോൾ പറയണം, അതാണോ ഇവൻ തന്ന സമ്മാനം, അതിലൊക്കെ മികച്ച സമ്മാനം ഞാൻ തന്നെയാണ് മോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാണ്. അതെന്താണെന്ന് അപ്പോൾ സച്ചി ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ദേ ഇത് കണ്ടോ ഈ സ്വർണ്ണവള, ഇത് എത്ര പവനുണ്ടെന്നറിയോ, നല്ല കട്ടിയുള്ള വളയാണ്, ഇതാണ് ഞാൻ രേവതിക്ക് കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം, ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ഇവിടെ ആരെങ്കിലും രേവതിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ചൊറിഞ്ഞു വരുന്നുണ്ട് ഇവരുടെ ആ ഒരു പൊങ്ങച്ചം പറച്ചിൽ അങ്ങ് കേൾക്കുമ്പോഴത്തേക്കുവേ. അപ്പം ഉടനെ പറയാം, രേവതി എന്നാ നിൻ്റെ കയ്യിലേക്ക് ഈ വളയം കിട്ടൂ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല പുതിയ ഡിസൈനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോവുക. ചന്ദ്ര പറയാം, നല്ല രസമുണ്ടല്ലോ, ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ എന്തിനാണ് രേവതിക്ക് വാങ്ങിയത്, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ, അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, കുപ്പിവളയിട്ട് നടക്കുന്ന അവൾക്ക് എന്തിനാ ഇത്രയും കൂടി സ്വർണ്ണവള എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് രേവതിയുടെ കയ്യിലേക്ക് ഇതങ്ങ് കൊടുക്കുമ്പോഴേക്കും രേവതി ഇത് വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിയിട്ട് പറയുകയാണെ, താങ്ക്സ് ആൻറ്റി എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടേ, അതേ വർഷേ നിനക്ക് ഈ വള ഇഷ്ടപ്പെട്ടോടി എന്ന് ചോദിക്കുക നമ്മുടെ രേവതി. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നല്ല വളയെ ചേച്ചി, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കാര്യം അമ്മ വാങ്ങിച്ചതാണെങ്കിലും. അപ്പോൾ പറയാണ്, എന്നാലേ ഈ വള നിനക്കാ ചേരുന്നത്, എനിക്കല്ല, എനിക്ക് ഈ കുപ്പിവളയും ഇങ്ങനെയുള്ള വളകളും ഒക്കെ നല്ലത്, അല്ലാതെ ദേ ഈ വള ഇത് നിൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നതല്ലേ, ആ വള നിനക്ക് തന്നെ ചേരുള്ളൂ, എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റൊന്നും വേണ്ട വർഷേ, അതുകൊണ്ട് ഈ നിൻ്റെ കൈയൊന്ന് നീട്ടിക്കേ എന്ന് പറയാം രേവതി. അപ്പോൾ വർഷ ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുമ്പോൾ രേവതി ആ വള വർഷയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറയാം, നിൻ്റെ കൈ കിടക്കുന്ന കാണാനാണ് നല്ല ഭംഗി, അതുകൊണ്ട് നീ ഇത് എടുത്താൽ മതി, എനിക്ക് ഈ വളയൊന്നും വേണ്ട, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ, ഇനിയിപ്പോൾ ഇത് വർഷയുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആകെ ചമ്മിയ മട്ടാവുകയാണ് നമ്മുടെ മഹിമ പറയാം, അതെന്താ രേവതി ഞാൻ കൊണ്ടുവന്ന വള നീ വർഷയ്ക്ക് കൊടുത്ത, അതല്ല വർഷയ്ക്ക് അത് നല്ലത്, എനിക്ക് ഇത്രയും വില കൂടിയ ഇത്രയും ഭാരമുള്ള വളയൊന്നും വേണ്ട, വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഞാൻ ഈ വലിയ സ്വർണ്ണവളയൊക്കെ ഇട്ടിട്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ, അതുകൊണ്ടാന്ന് പറയാണ്. അപ്പോൾ അത് നമ്മുടെ സച്ചിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. സച്ചി അങ്ങ് കൈയടിക്കുക. സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി ഡയലോഗ്, രേവതി നീ കൊള്ളാന്ന് പറഞ്ഞു രേവതിയെ കെട്ടി പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. നീ ആ വള വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വന്നേനെ, ഇപ്പം നീ അത് തിരിച്ച് വർഷയ്ക്ക് തന്നെ കൊടുത്തില്ലേ, അവർക്ക് കിട്ടാവുന്നതിൽ ഒരു നല്ല അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ തന്നെ വേണം അവർക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹിമയുടെ മുഖമൊക്കെ അങ്ങ് മാറി. മഹിമ പറയാണ്, ഞാൻ കൊണ്ടുവന്ന ഒരു സമ്മാനം തന്നിട്ട് അത് വാങ്ങാൻ പോലും ഇവള് തയ്യാറായില്ല, എന്തെങ്കിലും ആകട്ടെ, ഏതായാലും ഇതെൻ്റെ മനസ്സിന് വല്ലാതൊരു വിഷമായിപ്പോയി, എന്തായാലും വർഷമോളെ നിൻ്റെ കയ്യിലല്ലേ ആ വള കിടക്കുന്നത്. അപ്പോൾ വർഷ പറയാം, അത് ചേച്ചിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ എനിക്ക് തന്നത്, അമ്മ ഇപ്പോൾ ഈ വളയൊന്നും വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. എന്തായാലും നിൻ്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ, ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോവാന്ന് പറയാം.
അപ്പം ഉടനെ രവി പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം മഹിമയെന്ന് പറയാം. ഓ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, വീട്ടിൽ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് എന്തിനാണ് കഴിക്കുന്നത്? അതുമല്ല, ഞാനിങ്ങനെ ഒരു സമ്മാനമായിട്ട് വന്നിട്ടേ ഇവളെന്നെ അപമാനിച്ച് വിടുമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇത് കഴിക്കേണ്ടത് ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പോവാ, എനിക്ക് കാറ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് മഹിമ ഭയങ്കര ഗമയ്ക്ക് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഉടനെ രവി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിയോട്, അത് മോളെ രേവതി, നീ ചെയ്തത് നല്ല കാര്യമായി. ഇനി അവർ തന്ന വളയെങ്ങാനും നീ മേടിച്ചിരുന്നെങ്കിൽ അവർ പിന്നെ ഈ കൊല്ലം മുഴുവൻ അത് പറഞ്ഞു നടന്നേനെ, രേവതിക്ക് ഞാൻ വള കൊടുത്തു എന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞവരല്ലേ, അതുകൊണ്ട് ഇത് നല്ല അടിപൊളിയാക്ക് കാര്യമായിപ്പോയി നീ ചെയ്തത് എന്ന് പറയാണ്. സച്ചിയും അങ്ങനെ തന്നെ പറയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷിക ആഘോഷങ്ങളൊക്കെ പൊടിച്ച് നടക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്